ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന അപാരമായ അനുഗ്രഹമാണ്. അല്ലാഹു പറയുകയാണ്, അല്ലാഹു ഭൂലോകത്ത് അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം അതവന്റെ സന്താനവും അവന്റെ സമ്പത്തുമാണെന്ന് വിശുദ്ധമായ ഖുർആൻ ബോധിപ്പിക്കുമ്പോ 9 പെൺമക്കളെ ഹാഫിളത്തുകളാക്കി സദസ്സിൽ വെച്ച മാതാപിതാക്കളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഖുർആൻ പറഞ്ഞത് അല്ലാഹു മക്കളെ നൽകുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പക്ഷേ ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹത്തിൽപ്പെട്ടതാണ് ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടി ഉണ്ടാവൽ. ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന മഹാസൗഭാഗ്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആദ്യത്തെ പ്രസവത്തിൽ ആർക്കാണോ ഒരു പെൺകുട്ടിയെ കിട്ടിയത് അവർ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഇതിനെ തെളിവ് ഖുർആനാണ്. അല്ലാഹു മക്കളെ കുറിച്ച് പറയുമ്പോ ഖുർആനിൽ പറഞ്ഞതിലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് യഹബു ലിമൻ യശാഉ ഇനാഥാ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും ഖുർആനൻ വഇനാഥാ വയജഅലു മൻ യശാഉ അഖീമാ. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ ആൺകുഞ്ഞുങ്ങളെ കൊടുക്കും, അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ പെൺകുഞ്ഞുങ്ങളെ കൊടുക്കും. വയജഅലു മൻ യശാഉ അഖീമാ. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ പ്രജനന ശേഷി നഷ്ടപ്പെട്ട വന്ധ്യകളാക്കിയേക്കാം. ഇവിടെ മക്കളെ കൊടുക്കുന്ന കാര്യം പറയുമ്പോ അല്ലാഹു ആദ്യം പറഞ്ഞത് പെൺകുഞ്ഞുങ്ങളെ കൊടുക്കുമെന്നാണ്. അതുകൊണ്ടൊരു പെണ്ണിന് അല്ലാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ് ആദ്യത്തെ പ്രസവത്തിൽ ഒരു പെൺകുഞ്ഞുണ്ടാവൽ. അല്ലാഹു ആ സൗഭാഗ്യത്തെ നിലനിർത്തി തരട്ടെ. അല്ലാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് ആദ്യത്തെ കുട്ടി പെൺകുഞ്ഞാവൽ. ആ പെൺകുഞ്ഞിന് ഹാഫിളത്ത് കൂടിയായാലോ ആദ്യത്തിലൊരു പെൺകുഞ്ഞിനെ കിട്ടി. അതോടൊപ്പം തന്നെ ആ പൊന്നുമോളോ അവൾ അല്ലാഹുവിന്റെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഏത് ഖുർആനാണെന്നറിയുമോ? 23 വർഷക്കാലമായി ആകാശലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി കടന്നു വന്ന റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ പെൺകുട്ടി 9 പെൺകുട്ടികളെ ഹൃദയത്തിന്റെ ഉള്ളിൽ മനഃപ്പാഠമാക്കിയടേടാ. അത് നിസ്സാരമാണെന്ന് നിങ്ങൾ കരുതരുതേ. ഈ കുട്ടികളെ ഹാഫിളത്തായി എന്ന് പറഞ്ഞാൽ അവർ ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ വസ്തുവിനെ അവർ ചുമക്കുകയാണ്. ഹാഫിളത്തായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പ്രപഞ്ച ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ വസ്തുവിനെ തങ്ങളുടെ ചുമലിലേറ്റേറ്റിയവരാണവർ. അല്ലാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ഹാഫിളത്തായി എന്ന് പറഞ്ഞാൽ ഒരാൾ ഹാഫിളായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ വസ്തു അവര് ചുമന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞ മനസ്സിലാവാനുണ്ട? അല്ലാഹു നാസർ സാഹിബിന്റെ ഹസൻ സാഹിബിന്റെ ആ സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ മകളെ ഹാഫിളത്തു മാത്രമല്ല അല്ലാഹു നാളെ ആലിമത്തുമാക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിന്റെ കയ്യിൽ നിന്ന് നിന്റെ പൊന്നുമോള് അല്ലാഹുവിന്റെ കലാം മുഴുവനെ കാണാതെ പഠിച്ചെന്ന് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതുപോലെ നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് നിന്റെ മകളെ നീ ഹാഫിളത്താക്കിയല്ലോ എന്ന് പറഞ്ഞ് ഹാഫിളത്തിന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു തലയിൽ വെച്ച് കൊടുക്കുന്ന കനക കിരീടം വാങ്ങിക്കാൻ അല്ലാഹുവേ നീ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ആ മാതാപിതാക്കളെ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമുള്ള മാതാപിതാക്കളാക്കണേ റബ്ബേ. അല്ലാഹുവേ ആ മോളെ കൊണ്ട് ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും അഭിമാനിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഹസൻ സാഹിബ് അതിന് തുടക്കം കുറിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി ആരാണ് രണ്ടാമത്? അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ.
ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മരിച്ചതിന് ശേഷം മയ്യത്തിന് അടുത്തിരുന്ന് ഓതാൻ ഒരു പാരായണം ചെയ്യുന്ന കേവലം ഒരു ഖുർആനിനെ ഉണ്ടാക്കി എന്നല്ല. ആളുകൾ ധരിച്ചത് അങ്ങനെയാണ്. അല്ല അല്ല, ഈ പ്രപഞ്ച ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ വസ്തുവിനെയാണ് നമ്മൾ അവിടെ വെക്കുക. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ ഭാരമേതിനാണ്? അത് ഭൂമിക്കല്ല, അത് ആകാശത്തിനല്ല, അത് ചന്ദ്രഗോളത്തിനല്ല, അത് നെപ്റ്റ്യൂണിനല്ല. ഈ ലോകത്തിലെ അഖില ലോക ബ്രഹ്മാണ്ഡ ഗതാഗത്തിലെ ഏറ്റവും ഭാരമേറിയ വസ്തു അത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. ഇതൊന്നും മുഹമ്മദ് കബീർ വെറുതെ പറയുന്നതല്ല. അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞതാണ്, നബിയേ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. ഞാൻ അങ്ങേക്ക് ഏറ്റവും ഭാരമേറിയ വാക്കുകളെ അവതരിപ്പിക്കുകയാണ് നബിയേ. ഖുർആനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഖൗലൻ സഖീലാ, ഇത് ഏറ്റവും ഭാരമേറിയ വസ്തുവാണ്. ഖുർആനെന്ന് പരിചയപ്പെട്ടോളി. എനിക്ക് സമയമില്ല, എന്നാലും നമ്മൾ വിചാരിച്ചെന്താണെന്നറിയോ, ഇത് അത്ര വലിയ പ്രതിഫലമൊന്നുമില്ല, ഇത് മരിച്ചതിന് ശേഷം ഓതാനുള്ള ഏതോ ഒരു ഖുർആൻ എന്നതിനപ്പുറം നമ്മൾ ഖുർആനിനെ കണ്ടിട്ടില്ല. അല്ല, ഖുർആൻ എന്ന് പറഞ്ഞ ലോകത്തിന്റെ അത്ഭുതമാണ്. ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും ഒരേപോലെ വഴികാട്ടാൻ വന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ആ ഖുർആനെ സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തിലെ ഏറ്റവും അന്തം വിട്ടേക്കാതെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പെമ്മക്കളെ ഹാഫിളത്തായി. അവര് ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ വസ്തുവിനെയാണ് അവര് നെഞ്ചിൽ വെച്ചത്. അതുകൊണ്ടാണ് ഖുർആനിനെ അവതരിപ്പിക്കാൻ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചത്. മീകായിലല്ല, ഇസ്രാഫീലുണ്ട്, അസ്രാഫീലുണ്ട്, മുൻകറുണ്ട്, നക്കീറുണ്ട്. ഇവരെ ഒന്നും ഏൽപ്പിക്കാതെ അല്ലാഹുവിന്റെ കലാമിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിക്കാനുള്ള ജോലി അല്ലാഹു ഏൽപ്പിച്ചതാരെയാ? എന്തുകൊണ്ട്? മലക്കുകളിൽ ഏറ്റവും ശക്തിമാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇത്രയും ഭാരമേറിയ ഒരു വസ്തു ആകാശലോകത്തുനിന്ന് കൊണ്ടുവന്ന് കൊടുക്കണമെങ്കിൽ അത് ജിബ്രീലിനെ കഴിയുള്ളൂ. കാരണമാരാ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നസല ബിഹി റൂഹുൽ അമീൻ. ഈ ഖുർആൻ അവതരിപ്പിച്ചത് ജിബ്രീലാണ്. എന്തുകൊണ്ട് ഖുർആനിന് വലിയ ഭാരമാണ്? കാരണം എന്താ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു തആല ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന അവസ്ഥ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിയിൽ കിടക്കവേ ആകാശ ലോകത്ത് നിന്നൊക്കെ സൽസലത്തിൽ ജറസി മണിനാദം മുടങ്ങുന്നത് പോലെയാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് ഖുർആനുമായി ജിബ്രീൽ വരുമ്പോ ഹബീബായ നബി തങ്ങളുടെ നെറ്റിത്തടം വിയർക്കാൻ തുടങ്ങും. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന് ഭാവവ്യത്യാസമാണ്. എന്റെ മടിയിലാണ് നബി തങ്ങൾ കിടക്കുന്നതെങ്കിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ ആ സമയത്ത് എന്റെ ശരീരത്തിലേക്ക് വലിയൊരു ഭാരം വന്നിട്ട് ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിന്റെ ഭാരം വർദ്ധിച്ചിട്ട് എന്റെ തുടയെല്ല് പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ഭാരം വർദ്ധിച്ച് എന്റെ തുടയെല്ല് പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അത്രയേറെ ഭാരമായിരുന്നു ആ സമയത്ത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. കാരണം എന്താ? ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. ഏറ്റവും ഭാരമേറിയ വസ്തുവിനെയാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ശക്തിമാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശക്തി എത്രയാ? ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ പോകുമ്പോ അവിടെ ചെന്നിട്ട് തന്റെ ചിറക് വിരിച്ചിട്ട് ആ ചിറകങ്ങ് താഴേക്ക് കുത്തിയിറക്കി ആ ചിറകിൽ ഇങ്ങനെ ആ ഒരു നാടിനെ മുഴുവനും ഒരൊറ്റ ചിറകിൽ പൊക്കിയെടുത്ത ദോശ ചട്ടുകം കൊണ്ട് മറിച്ചെടുക്കുന്നത് പോലെ ആ നാടിനെ മുഴുവനും ഒരു കൈ കൊണ്ടൊരു ചിറക് കൊണ്ട് എടുത്തിട്ട് നേരെ മുകളിലോട്ട് പൊക്കി വെറുതെ എടുത്ത് മറിച്ചിടുകയല്ല. ആ ഒരു പ്രദേശത്തെ മുഴുവനും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റ ചിറകിൽ മേപ്പോട്ടുയർത്തി. എത്രത്തോളം പൊക്കിയെന്നറിയുമോ? ഹത്തായ
ആകാശലോകത്തുള്ളവര് ഈ ഭൂമിയിലെ കോഴികളുടെ ശബ്ദം കേൾക്കുന്നത് വരെ അത്രത്തോളം അടുത്ത് കേൾക്കാം. താടിനെ ഉയർത്തിയിട്ട് നേരെ മറിച്ചിട്ട് തിരിച്ചിട്ടൊരു അടിയടിച്ചു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. സഹോദരങ്ങളെ, ഇത്രയേറെ ശക്തിമാനാണ് ജിബ്രീൽ. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് അല്ലാഹു ഖുർആൻ അവതരിപ്പിക്കാൻ ഏൽപ്പിച്ചത്. കാരണം ഈ ഖുർആൻ എന്ന് പറയുന്നത് ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, ഇത് ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ വാക്കാണിത്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ ബോധം തരട്ടെ. ഞാൻ പറഞ്ഞത് തന്നെ പറയുകയല്ല, അല്ലാഹുവിന്റെ ഖുർആൻ എന്തെന്ന് മനസ്സിലാക്കാൻ, ഈ ഖുർആനിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ വാക്കാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതമാണ് വിശുദ്ധ ഖുർആൻ. ആയിഷ സിദ്ദീഖയിൽ ഇരുന്നിട്ട് 40 പെൺകുട്ടികൾ പാരായണം ചെയ്യുന്നത് അത് ഖുർആന്റെ വചസ് മാത്രമല്ല, അത് ഖുർആന്റെ സംഗീതമാണ്. ഖുർആനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതം. ചെറുപ്പക്കാരാ, അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ വസ്തു ഖുർആനാണ്. ആ ഏറ്റവും ഭാരമേറിയ വസ്തുവിനെ താങ്ങി നിർത്താൻ ഒരു അടിത്തറ കെട്ടാനാണ് അസൽ സാഹിബ് 1 ലക്ഷം തന്നത്. ഇത്രയും ഭാരമുള്ളത് കൊണ്ട് അതിൽ നിൽക്കൂല. രണ്ടാമതാര 1 ലക്ഷം രൂപ പറയാം. ഹിഫ്ദുൽ ഖുർആനിന് ഒരു ബിൽഡിംഗ് തുടങ്ങാൻ ഇൻഷാ അല്ലാഹ് രണ്ടാമത് ഒരു 1 ലക്ഷം രൂപ അതിലേക്ക് വാഗ്ദാനം ചെയ്യാം. സന്തോഷം. ഇത് രണ്ടും നടക്കണം, പ്രസംഗം നടക്കണം, ഇത് നടക്കണം. മരിച്ച ഉപ്പാന്റെ ഉമ്മാന്റെ ജേട്ടൻ പെങ്ങന്മാർ ഇവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ സംഭാവന 1 ലക്ഷം രൂപ. പേര് പറയണ്ട. മാഷാ അല്ലാഹ്, ഖുലു തക്ബീർ. ഉറക്കെ പറയുന്ന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത് ഞാൻ ഇതിന്റെ ഇടയിൽ ഞാൻ ചോദിക്കും, എന്റെ പ്രസംഗവും നടക്കും, രണ്ടും ഒന്നിച്ച് നടക്കും. ഇതൊരു വലിയൊരു ഞാണുമേക്കളെ പാടക്കണം. 11 മണിക്ക് പോലെ ഞാൻ തിരുവനന്തപുരത്ത് എത്തുള്ളൂ. പക്ഷെ എനിക്കിത് പങ്കെടുക്കണം. കാരണം ഞാൻ 17 വർഷം കൊണ്ട് വാള് പറയുന്ന ഖുർആനെ കുറിച്ചാണ്. ഇന്നേ വരെ ഹാഫിലിനെ കുറിച്ച് പറയാത്തൊരു വാള് ഞാൻ ഇല്ല, എന്റെ ജീവിതത്തിലില്ല. അതാണ് എന്റെ ഏറ്റവും വലിയ അഭിമാനവും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മരിച്ചുപോയ ഉപ്പാന്റെ ഉമ്മാന്റെ ജേട്ടൻ പെങ്ങന്മാർ ഇവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു മകനാണ് സദഖ ചെയ്തത്. പൊന്നുമോനെ, നീ നിന്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഏറ്റവും നല്ലതാണ് ചെയ്തത്. 40ഓളം പെൺമക്കൾ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുമ്പോ അതിന്റെ ഓരോ ഹർഫിന്റെയും പ്രതിഫലം അല്ലാഹുവേ ആ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ പെങ്ങന്മാരുടെ ഖബറിടത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അലിഫ് ലാം മീം എന്നോദിയാൽ 90 നന്മയാണ്. ഓരോ ദിവസവും എത്രയോ നന്മകൾ അവരുടെ ഖബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവിടെ ഇരുന്നു കൊണ്ട് അല്ലാഹുവേ, ഞാൻ എന്റെ മകനെ വളർത്തിയിട്ട് അത് വെറുതെ ആയില്ലല്ലോ അല്ലാ എന്ന് വിചാരിച്ചിട്ട് മക്കളുടെ ഖുർആൻ ഓതുമ്പോ അവരുടെ ഖബറിൽ എന്ത് അവസ്ഥയാണോ അത് നീ മാറ്റി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അവരുടെ ഖബർ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാഹുവേ. ആ സദഖ ചെയ്ത മകന്റെ മക്കള് ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഹാഫിളീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. എല്ലാവിധ പ്രയാസത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ആൾ ചിന്തിക്കാനൊന്നും പാടില്ല. 1 ലക്ഷത്തിന് കൊടുത്താൽ 30 ലക്ഷം കൊടുത്ത പ്രതിഫലമാണ്. 1 ലക്ഷം റുപ്യ. മൂന്നാമത്തെ ആൾ പെട്ടെന്ന് ഞാൻ എന്റെ വിഷയത്തിന്റെ ഇടയിൽ ഇതിന്റെ ഇടയിൽ അങ്ങനെ പോവുകയും ചെയ്യും. ഖുർആൻ എന്നത് ലോകത്തിന്റെ ഏറ്റവും വലിയ മാസ്മരിക സംഗീതമാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണത്? ലോകത്തിലെ ഏറ്റവും മാസ്മരികമായ സംഗീതമാണത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏത് സംഗീതം? ഇപ്പൊ നമ്മൾ ഒരു പാട്ട്, സിനിമാ പാട്ട് നമുക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഗാനം നമുക്ക് ഇഷ്ടമാണ്. ഇതിനിടയിൽ മൂന്നാമത്തെ ആള് പെട്ടെന്ന് പറയണേ 1 ലക്ഷം. ആണുങ്ങൾ ഓരോ ലക്ഷം. സഹോദരിമാര് ഹിഫ്ദുൽ ഖുർആനിന് വേണ്ടി ഒരു വള. ആദ്യ ആര ഒരു വള തരവിടെ. ഇതുപോലെ അല്ലാഹു എന്റെ പെൺമക്കളും ആയി തീരണം എന്ന ആഗ്രഹത്തോടെ ഒരു വള പെട്ടെന്ന് കൊടുത്തു. ഫസ്റ്റ് ആരാ കൊടുക്കുന്ന നോക്ക്.
ഖുർആനിന് വേണ്ടി. വേറെ ഇതേതായാലും പ്രതിഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ട്. എല്ലാത്തിനും പ്രതിഫലം കിട്ടും. ഇതിനെല്ലാത്തിനേക്കാൾ ഇരട്ടി കിട്ടും. കാരണം അലിഫ് എന്നോതിയാൽ 30 നന്മയാണ്, ലാം എന്നോതിയാൽ 30 നന്മ, മീം എന്നോതിയാൽ 30 നന്മ, 90 നന്മ അലിഫ് ലാം മീം നോദിയാൽ തന്നെ കിട്ടും. അത്രയും വലിയൊരു സൗകര്യം എവിടെയുള്ളത്? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളൊരു പാട്ട് കേട്ടാൽ, ഞാൻ അടുത്ത മൂന്നാമത്തെ ആളെ ചോദിക്കുമ്പോഴത്തേക്കും കൈപൊക്കിയേക്കണ ആരാണ്? എന്റെ ഇടയിൽ എഴുതിത്തരാം. സദസ്യമുള്ളവർക്ക് കൈപൊക്കാം, സ്റ്റേജ് ഉള്ളവർക്ക് എഴുതിത്തരാം. നമ്മളൊരു പാട്ട് പാടിയാൽ ആ പാട്ടില് ഒരേ വരി തന്നെ ഒരു